തോസേട്ടാ വോട്ട് ചെയ്യാൻ വരുന്നുണ്ടോ? കുറച്ച് ദൂരെ ആയതുകൊണ്ട് ഒരു വണ്ടിയോ വല്ലതും വിളിച്ച് പോകാമെന്ന് ഞാൻ വിചാരിക്കുക. നിങ്ങൾ വരുന്നുണ്ടോ എൻ്റെ കൂടെ? ഞാൻ വരുന്നില്ല, നീ പൊക്കോ. എനിക്ക് ആ പിള്ളേർ കാറും കൊണ്ട് വന്ന് എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരുടെ കൂടെ പോയി വോട്ട് ചെയ്തോളാം. എന്നാൽ ശരി, ഞാൻ പോവാ. സ്ലിപ്പും വോട്ടർ ഐ ഡി ഒക്കെ ഇല്ലയോ കയ്യിൽ? അതുകൊണ്ടേ എൻ്റെ കൈ. ഇയാൾ പൊക്കോ, ഞാൻ പിന്നെ പൊക്കോളാം. ഓക്കെ, എന്നാൽ ഞാൻ ഇറങ്ങുവാ. മോനെ, പിന്നെ ഇന്ന് രാവിലെ ഞാൻ വോട്ടിന് പോകാനായിട്ടേ ഇറങ്ങിയപ്പോൾ നിന്റെ പപ്പ വരത്തില്ല, ഇവിടെ ഇരിക്കുവാ. നമുക്കിപ്പോൾ അങ്ങ് ഫോറസ്റ്റിന്റെ അവിടുത്തെ ആ ഫോറസ്റ്റ് ഓഫീസിൽ അവിടെ അതിന് കുറെ ദൂരം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു വാന്ന് പറഞ്ഞപ്പോൾ വരികയില്ല. അവിടെ പിള്ളേർ ആരാണ്ട് വന്ന് കാറെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് വന്നില്ല മോനെ. ഞാൻ പോയി വോട്ട് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ ഇവിടെ ആളിനെ കണ്ടില്ല. ഇപ്പൊ ഇതുവരെയായിട്ട് ഇനി തിരിച്ചു വന്നതുമില്ല. ഇതുവരെ തിരിച്ചു വന്നില്ലേ? ഇല്ല. അത് ഏതെങ്കിലും പാർട്ടിക്കാർ കൊണ്ടുപോയതായിരിക്കും, അവര് തിരിച്ചു കൊണ്ട് വിട്ടോളും. മോനെ, പാർട്ടിക്കാർ കൊണ്ടുപോയാൽ ഇത്രയും നേരമായില്ലേ? വയ്യാത്ത മനുഷ്യനല്ലേ, കാണുന്നുമില്ല. ഞാൻ ഇന്ന് ഫോൺ വിളിച്ചു നോക്കിയപ്പോ ഫോൺ ഇന്നോട്ട് കൊണ്ടുപോയതുമില്ല. ഇവിടെ ഇരിക്കുക, എന്തോ ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുവാ ഞാനേ. ഞാൻ എന്നാ ഒന്ന് തിരക്കി നോക്കട്ടെ. ആ, എന്നാ ശരി മോനെ, ഓക്കെ. എന്നെ ഒന്ന് പിടിച്ചോണേ. ഇത്തിരി വെള്ളം തായോ, ഇത്തിരി വെള്ളം തായോ, ഇത്തിരി വെള്ളം തായോ. യോ, എന്തോ പറ്റിയേട്ടാ? എന്തുവാ നിങ്ങൾ ഇത്ര നേരം എവിടെയായിരുന്നു? എന്നെ ഒന്ന് പിടിച്ചോണേ, എനിക്ക് തീരെ വയ്യായേ. എന്തോ പറ്റിയ നിങ്ങക്ക്? യോ, എന്തോ ചേട്ടാ പറ്റിയ? പറയേട്ടാ. അതെ, ഇയാൾ ഇവിടുന്ന് പോയി. ഇത്തിരി കഴിഞ്ഞപ്പം പിള്ളേരെല്ലാം കൂടെ വന്ന് എന്നെ കാറേ കയറ്റി അവിടെ കൊണ്ടുപോയി. അവരെന്നെ കൊണ്ട് വോട്ടും ചെയ്യിപ്പിച്ചു. അവിടെ ഇരിക്കുക അച്ഛന്ന് പറഞ്ഞ് അവർ പോയി. ഞാൻ അവിടെ ഇരുന്നു. വിശന്നും വെള്ളം കുടിക്കാനും ഒന്നുമില്ലായിരുന്നു. സഹികെട്ട് അവിടെ ഇരുന്നപ്പം ഞാൻ വലിഞ്ഞ റോഡിൽ കയറി. അവിടെ നിന്നപ്പം ഒരു ബൈക്കുകാരൻ വന്ന് എൻ്റെ ദയനീയാവസ്ഥ കണ്ട് എന്നെ വഴി കൊണ്ടുവിട്ടു. ഞാൻ അവിടുന്ന് എഴഞ്ഞും വലിഞ്ഞും ഇവിടം വരെ വന്നത്. തോസേട്ടാ, ഈ പൊതുജനം കഴുതയാന്ന് പറയുന്നത് വെറുതെയല്ല, കഴുതയല്ല, വെറും മരക്കഴുത. നിങ്ങളുടെ വോട്ട് അവർക്ക് വേണമായിരുന്നു. അതുകൊണ്ട് വോട്ട് ചെയ്യിക്കാൻ നിങ്ങളെ കൊണ്ടുപോയി. വോട്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളെ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഒരു പ്രയോജനവും ഇല്ല. നിങ്ങളെ കളഞ്ഞിട്ട് അവർ പോയി. എല്ലാവരും ഇതൊക്കെ തന്നെയാണ്. ഇപ്പോഴെങ്കിലും നിങ്ങളിത് പഠിച്ചോ. ഇനിയും നമ്മൾ ഇതൊന്നും കേട്ടാലും കണ്ടാലും അറിഞ്ഞാലും നമ്മൾ പഠിക്കത്തില്ല. അതാണ് ഈ പൊതുജനം, അങ്ങനെയാണ്.